നമസ്കാരം. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2015 ആണ്ടിൽ നിശ്ചയിച്ച കാര്യങ്ങൾ അനുകൂലമായി തീരുന്നത് വഴി പുതിയ കർമ്മ മേഖലകളെ ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനുമുള്ള അവസരം കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും ആത്മാഭിമാനത്തിനും അതിലുപരി സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. മക്കൾക്ക് തന്നെക്കാൾ ഉയർന്ന പദവി ലഭിച്ചത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പുത്രപൗത്രാദികളോടൊപ്പം അന്യദേശത്തോ വിദേശത്തോ മാസങ്ങളോളം താമസിക്കുവാൻ അവസരം ഉണ്ടായിത്തീരും. തൊഴിൽ മേഖലകളിൽ പുരോഗതി ഉണ്ടാകും. പഠിച്ച വിദ്യയോടനുബന്ധമായ ഉദ്യോഗത്തിന് നിയമന അനുമതി ലഭിക്കും. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. വസ്തുനിഷ്ഠമായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫലപ്രാപ്തി നേടും. നിരവധി കാര്യങ്ങൾ അനുകൂലമായി തീരുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. കൂടുതൽ സൗകര്യമുള്ള ഗൃഹം വാങ്ങി താമസമാക്കുവാനും സാധിക്കും. എല്ലാ പ്രകാരത്തിലും സൗഖ്യം, സമാധാനം, ഐശ്വര്യം എന്നിവ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുവാനുള്ള യോഗം രേവതി നക്ഷത്രക്കാർക്കുണ്ട്. എന്നാൽ പിതാവിന് അസുഖം വർദ്ധിക്കുന്നത് വഴി മനോവിഷമം ഉണ്ടായിത്തീരും. രേവതി നക്ഷത്രക്കാരുടെ 2015 ആണ്ടിലെ ഫലങ്ങളാണ് ഈ പറഞ്ഞത്. നമസ്കാരം.